ഹായ് ഹലോ അസ്സലാമലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾക്കും സുഖം തന്നെയാണ്. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന രാവിലത്തെ പുട്ടാണ് ഈ കാണിച്ചത് കേട്ടോ. നിശ്ചല്ലോലുണ്ടെങ്കിൽ ക്ഷമിക്കുക, അറിയാത്തവർക്ക് വേണ്ടിയാണ്. ഇങ്ങനെയും നമുക്ക് പുട്ട് ചൂടാട്ടോ. കുറ്റി ഇങ്ങനെ വേവിച്ച് നിൽക്കാൻ സമയമില്ല എന്ന് കാണുമ്പോൾ വേഗം നമ്മൾ പുട്ടിന് സാധാ കുഴക്കണ പോലെ പൊടി കുഴച്ചിട്ട് ഓട്ടപ്പാത്രത്തിലാണ് ഇട്ടുങ്ങാണ്ട് അതിൻ്റെ അടിയിൽ ഇച്ചിരി തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലാണ് ഇട്ടാൽ നല്ല സോഫ്റ്റ് അടിപൊളി പുട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക. പിന്നെ നമുക്ക് പണി ഒരുങ്ങാനൊക്കെ എളുപ്പമാണ്. വേഗം എവിടേക്കൊക്കെ പോകാണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ കുറ്റി വെന്ത് ഇങ്ങനെ നിൽക്കാനും അത്ര സമയമില്ലെങ്കിൽ വേഗത്തിൽ ഉണ്ടാക്കുക. അതേപോലെ ഒരുപാട് ഗ്യാസ് ഒന്നും കുറേ സമയം കത്തിച്ചു കൊണ്ട് നിൽക്കുകയൊന്നും വേണ്ട. അപ്പം അതിനൊക്കെ പറ്റും കേട്ടോ. അങ്ങനെയാണ് ഇന്ന് നമുക്ക് ഇപ്പോൾ രാവിലെ സത്യം പറഞ്ഞ പണി തന്നെയാണ്. അപ്പം അതുകൊണ്ട് സമയം കുറച്ച് കുറവാണ്. എന്നും രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് എണീക്കുകയൊക്കെ ചെയ്യും, പക്ഷേ സമയം വളരെ കുറവാണ്. അപ്പോൾ എല്ലാം കൂടി തീരുമ്പോഴത്തേന് ഈ മക്കളെ പറഞ്ഞയച്ചൊക്കെ വരുമ്പോൾ 9 മണിയാവും. അങ്ങനെ അവരെ പറഞ്ഞയച്ച് വന്നിട്ട് വേണം നമുക്ക് കോഴികളെയൊക്കെ വിടണമെങ്കിൽ. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ കൂട്ടിലാക്കണ കോഴിയാട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവരെ കൂട്ടുന്ന പുറത്താക്കലൊന്നും നടക്കൂല. 9 മണിക്ക് ശേഷം ആ കോഴി മൊത്തത്തിലും കൂട്ടുന്ന പുറത്താക്കി തിന്നാനൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പം രാവിലെ പുട്ടാണ്. പിന്നെ ഇവർക്ക് കുട്ടികൾക്ക് കൊണ്ടാകാനുള്ള ചോറും കറിയും ഒക്കെ വെന്ത്, മീൻ വെച്ചിട്ടില്ല, കറി അല്ലാതൊക്കെ വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ കണ്ടോ, നല്ല സോഫ്റ്റ് പുട്ടാണ്. ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഒരുപാട് ഇതൊക്കെ രാവിലത്തെ പടകളാണ് കേട്ടോ. കണ്ടോ, പാത്രങ്ങൾ കുറച്ചൊന്നുമല്ല കഴുകാൻ ഇതൊക്കെ. അപ്പോൾ രാവിലെ 9 മണിയാകുമ്പോഴത്തേന് കുട്ടികളെ കൊണ്ടുപോയാക്കാനാകുമ്പോഴത്തേന് തന്നെ അടുക്കളയിൽ ഒരുവിധം പണിയൊക്കെ ഒരുക്കും കേട്ടോ. എന്നാലുള്ളൂ വിലയൊക്കെ വിടലൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് മുറ്റം തൂക്കലും ഇതുമൊക്കെ കഴിഞ്ഞ് മുറ്റത്തുനിന്ന് കയറി ചായയൊക്കെ കുടിച്ചുമ്പോൾ 9:30 9:45 കഴിയും. ചിലപ്പോൾ 10 മണിയാവും. അപ്പം അങ്ങനെ ധൃതിയിൽ പാത്രങ്ങളൊക്കെ കഴുകുക കേട്ടോ. പാത്രം കൂടിയാണ് കഴുകി വെച്ചിട്ട് വേണം വേറെ എല്ലാ പണികളൊക്കെ എടുക്കാൻ. രാവിലെ എല്ലാം കൂടിയും കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനതൊക്കെ പാടായി സിങ്ക് കണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതും കൂടി മോറി കഴുകി എടുത്ത് വെക്കട്ടെ. പിന്നെ എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ? മഴ ഇങ്ങനെ തൂങ്ങിക്കൊണ്ട് നിൽക്കുക തന്നെയാണ് ഇതിലൊക്കെ. എപ്പോഴേലൊക്കെ കുറച്ച് നല്ലോണം വെയിലറച്ചും പിന്നെ മഴൻ്റെ ഒക്കെ ഒരു പോലെ. പിന്നെ എന്തൊക്കെ ഉണ്ട്? അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ കമൻറ്റും ഇടുകൊണ്ടു. ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും തന്നോളൂ കേട്ടോ, മറക്കണ്ട. പിന്നെ ഞാൻ അവിടെയൊക്കെ കുട്ടികളെ കൊണ്ടുപോയി ആക്കലൊക്കെ കഴിഞ്ഞ് മുറ്റത്ത് ആ ഭാഗത്ത്, അപ്പോൾ ഞാൻ ചെന്ന് നിൽക്കണ ആ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് മുറ്റുണ്ട്. അപ്പോൾ അവിടെ ഞാൻ മറച്ചിക്കുക കേട്ടോ. അവിടെ 2 ചട്ടിയിലാക്കിയാണ് തീറ്റ ഇട്ട് കൊടുക്കും. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു പാത്രത്തിൽ ഞാൻ കപ്പക്കൻ്റെ ഇല ഉണ്ടല്ലോ, അത് കുഞ്ഞു ഇതാക്കി അരിഞ്ഞത്. ഇല അതൊറ്റക്ക് നല്ല പുല്ലും ഒക്കെ ചെറിയ പുല്ല് ചെറിയതാക്കി അരിഞ്ഞാണ്ടൊക്കെ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേയാണ്ട് ഇട്ട് കൊടുത്ത് കയറും. എപ്പോഴും ഇങ്ങനെ ഇത് പൊന്തിച്ച് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങലൊരു ഗതികേടാണ്. അപ്പം അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ പാത്രത്തിലാക്കി വെച്ചു. ഇനി കോഴികളെ വിടുകയാണ് കേട്ടോ.
ഇത് കണ്ടോ ഇപ്പോൾ വലിയതാവുകയൊക്കെ ചെയ്തിരിക്കണം. ഇവിടെ വന്നിട്ട് കുറച്ചൊക്കെ വലിയതായിക്കണ്. ഇടയ്ക്കൊക്കെ ചിലതിനൊക്കെ പനി പോലെയൊക്കെ വരും. അപ്പം മരുന്നൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെ ഞാൻ ഈ ഇല അരിഞ്ഞത് കീസിലാക്കി വെക്കലാണ് രാവിലേക്കൊക്കെ. രാവിലെ അരിഞ്ഞിട്ട് പിന്നെ കൊടുക്കാനൊന്നും സമയം കിട്ടൂല. അപ്പോൾ ഒക്കെ രാവിലെ വിടുമ്പോൾ ഇടാല്ലതൊക്കെ തലേന്ന് തന്നെ ഒക്കെ റെഡിയാക്കി അവിടെ വെക്കും. അങ്ങനെ കോഴിക്കൂടൊക്കെ അടച്ചു. ഇനിയിപ്പോൾ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞത് ഫ്രണ്ടിലാട്ടോ. കുറച്ച് വാഴകൾ ഇന്നാൾ വെച്ചത് ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ നമ്മളെ വാഴകളൊക്കെ കുലച്ചിക്കണം കേട്ടോ. ഒക്കെ കുലച്ച് 2-3 വെട്ടാനയക്കണ്. 2 റോബസ്റ്റ് ഉണ്ട്, പൂവനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ കാണുന്ന നമ്മളെ ജംഗ്ഷനിലൊരു ബസ്സൊക്കെ നിർത്തുന്ന അവിടെ ഉണ്ട് ഒരു ആൽമരം കേട്ടോ. ആൽമരമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെ ഒക്കെയാണ്. ചെറിയ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കണത്. ഇനി നാളെ നമുക്ക് വേറെ വിശേഷങ്ങളുമായിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.